നിർദ്ദേശവുമാണ് ആ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അഫ്താബ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തുന്നത്. മുന്നറിയിപ്പ് നൽകുകയാണ് നെതന്യാഹുവിന്. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ഇനി ആക്രമിക്കരുത് എന്ന അതിശക്തമായ താക്കീത് നൽകുകയാണ്. ആക്രമണം ഗൾഫിലുടനീളം ഇറാന്റെ ആക്രമണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഇനി ഖത്തറിനെ ആക്രമിച്ചാൽ US ഒറ്റയ്ക്ക് ഇറാന്റെ എണ്ണപ്പാടത്ത് ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നുണ്ട്. വിശദാംശങ്ങൾ അഫ്താബ് നൽകും. അഫ്താബ്, എന്താണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്? ദിവ്യ, ഇന്നലെ രാത്രി, അതായത് ഇതുവരെ യുദ്ധം ആരംഭിച്ച ശേഷം ഗൾഫിന്റെ വിവിധ രാജ്യങ്ങൾ ഒരേ സമയം പ്രകമ്പനം കൊണ്ട ഒരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് സൗദി തലസ്ഥാനമായ റിയാദ് ഉൾപ്പെടെ മിസൈലുകളുടെ, അതായത് 8 ബാലിസ്റ്റിക് മിസൈലുകൾ തുടരെ എത്തുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആകാശത്ത് വെച്ച് അവ നിർവീര്യമാക്കുന്നു. പലതും താഴേക്ക് പതിക്കുന്നു, ചിലർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ പലയിടത്തും തീഗോളം പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ വലിയ തോതിൽ ആക്രമണം നടന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ രാത്രി. ഇതിന് പ്രധാനപ്പെട്ട കാരണമായത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർസ് എണ്ണപ്പാടത്ത് വലിയ തോതിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ അതിന്റെ ഒരു ഭാഗത്ത് മാത്രം നടത്തിയെന്നുള്ളതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത്. അത് ഇറാനെ വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിച്ചു. മാത്രവുമല്ല, IRGC-യുടെ മേൽനോട്ടത്തിൽ ഗൾഫിലെ വിവിധ എണ്ണപ്പാടങ്ങളിലേക്ക് രൂക്ഷമായ ആക്രമണത്തിന് ഇറാൻ പിന്നാലെ നേതൃത്വം നൽകി. ഖത്തറിൽ ആക്രമണമുണ്ടായി. അത് വലിയ തോതിൽ അവിടെയുള്ള എണ്ണപ്പാടങ്ങളിൽ തീ പടർത്തി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ റിഫൈനറികളിൽ ചിലതിന് പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം ഗൾഫിലെ ഇതര മേഖലയിലേക്കും സമാന രീതിയിൽ തന്നെ ആക്രമണമുണ്ടായി. ഇതിന് പ്രധാനമായും കാരണമായത് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തൊട്ടുകഴിഞ്ഞാൽ ഗൾഫിലെ എണ്ണപ്പാടങ്ങൾ കത്തുമെന്ന് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് മേലാൽ ഇനി ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ പോയി ആക്രമണം നടത്തരുത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന് ട്രംപ് വാർണിംഗ് ആയി നൽകുന്നത്. ഇതിന് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള സമ്മർദ്ദം ട്രംപിന് മേൽ ഈ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഗുരുതരമായ സാമ്പത്തികമായിട്ടുള്ള വലിയ സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധം ആരംഭിച്ച ശേഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളുടെ യോഗം കഴിഞ്ഞ ദിവസം രാത്രി ചേർന്നിരുന്നു. പക്ഷേ അതിൽ പോലും ഏകപക്ഷീയമായി ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കത്തിന് ശ്രമമില്ല. കാരണം അങ്ങനെയൊരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുക വീണ്ടും ഇതേ രീതിയിൽ തന്നെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ പരമാവധി ഇപ്പോഴും സംയമനം പാലിച്ചുകൊണ്ട് ഇറാനെതിരെ പരമാവധി സമ്മർദ്ദത്തിന് ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കെ ഇസ്രായേൽ പോയി ഇറാന്റെ എണ്ണപ്പാടത്ത് ഇനിയും ബോംബിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടി ഉണ്ടാവുക ഗൾഫ് തീരങ്ങളിലാണ് എന്ന് ട്രംപ് മനസ്സിലാക്കുന്നുണ്ട്. ആ സമ്മർദ്ദം ട്രംപിന് അരികിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ആക്രമിക്കാൻ ഇസ്രായേൽ പോകരുത് എന്ന്. മറ്റൊരു വാർണിംഗ് കൂടി ഇറാൻ ട്രംപ് നൽകുന്നുണ്ട്. അതിൽ ട്രംപ് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇനി ഏതായാലും ആക്രമിച്ചത് സംഭവിച്ചു, ഇനി ഏതെങ്കിലും നിലക്ക് ഇറാൻ സ്വന്തം നിലക്ക് പോയി ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ എണ്ണപ്പാടങ്ങളും താൻ സ്വയം ചുട്ടരിക്കുമെന്നും ട്രംപ് ഭീഷണിയായി നൽകുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൽ ഇറാന്റെ പ്രതികരണം ഇനി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായിരുന്നാലും ഇറാൻ ഉപയോഗിച്ചൊരു തന്ത്രം ഇവിടെ ഫലിച്ചു എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അത് ഗൾഫ് രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള അമർഷത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഗൾഫ് രാജ്യങ്ങളുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനോട് സമാന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് US-ന് മേൽ എന്തെങ്കിലും തരത്തിലുള്ള അമർഷം ഈ ഒരു കാരണത്താൽ നിങ്ങൾക്കുണ്ടോ എന്നുണ്ട്. പക്ഷെ അതിന് ആ ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ ഇത്രയധികം സാമ്പത്തികമായ തിരിച്ചടി ഉണ്ടാക്കിയതിൽ, ഇങ്ങനെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഗൾഫിന് മേൽ അതിന്റെ പ്രശ്നമുണ്ടാക്കുമെന്ന് മുൻകൂട്ടി കാണുന്നതിൽ US-ന് വീഴ്ച പറ്റിയെന്നുള്ള ആരോപണം ഗൾഫിലെ വിവിധ നയതന്ത്രജ്ഞർ നേരത്തെ മുന്നറിയിപ്പായി നൽകിയിരുന്നതാണ്. അത് ശരിവെക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ തന്നെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് ഇറാനിൽ പോയി ആക്രമണം ഇനി നടത്തരുത് എന്നാണ് ഇസ്രായേലിനോട് പറയുന്നത്.